ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് മറ്റൊരു പാഠവുമായിട്ട് വന്നിരിക്കുകയാണ്. അടുത്ത നമ്മുടെ പാഠം എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കലാണ്. Okay, today we are going to learn about the regulation of calcium level in the blood. Okay, നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ച അതുമാതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇത് പോകുന്നത്. ഓക്കെ, നമ്മൾ അന്തസ്രാവി ഗ്രന്ഥികളെക്കുറിച്ച് അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലെസണിൽ നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിയെക്കുറിച്ച് പഠിച്ചു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഒരു സ്രവമായ അല്ലെങ്കിൽ അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണായ കാൽസിറ്റോണിൻ്റെ ധർമ്മം കൂടി ഇവിടെ വരുന്നു, റെഗുലേഷൻ ഓഫ് കാൽസ്യം ലെവലിൽ. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് ഏതാണ്ട് 9 മുതൽ 11 മില്ലിഗ്രാം വരെയാണ് 100 ml രക്തത്തിൽ. ഓക്കെ, അതൊരു 8.5 മുതൽ 10.5 ഓക്കെ ആ ഒരു റേഞ്ചിൽ വരും. ഓക്കെ, ബട്ട് വി ക്യാൻ ജസ്റ്റ് റൗണ്ട് ഇറ്റ് അപ്പ് ആസ് 9 to 11 milligram per 100 ml of blood. Okay, the normal level of calcium in our blood is 9 to 11 milligram per 100 ml of blood. അപ്പം ഈ രക്തത്തിലെ ഈ കാൽസ്യത്തിൻ്റെ അളവ് അങ്ങനെ നിയന്ത്രിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മറ്റ് പല ശാരീരിക പ്രവർത്തനങ്ങളെയും അത് ബാധിക്കും. ഓക്കെ, the level of calcium in the blood is regulated by the action of two hormones. They are calcitonin, that is secreted by thyroid gland. You have learned that in the last lesson. And parathormone, the hormone secreted by another gland, that is parathyroid gland. Okay, നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിൻ, പിന്നീട് പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാഥോർമോൺ, ഇങ്ങനെ 2 ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കപ്പെടുന്നത്. Okay, so what are the hormones that are related with the control of calcium level in our body? നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന 2 ഹോർമോണുകൾ ഏതൊക്കെയാണ്? കാൽസിറ്റോണിനും പാരാഥോർമോണും. കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? തൈറോയ്ഡ് ഗ്ലാൻഡ്. ഓക്കെ, പാരാഥോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. ഇനി എവിടെയാണ് ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് നോക്കാം. കണ്ടില്ലേ, അതെ, അത് തൈറോയിഡ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതിൽ അറ്റാച്ച്ഡ് ആയിട്ട് അതിൻ്റെ ബാക്കിലായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ് ആണ് ഈ കാണുന്ന ഈ മുത്തുപോലെ ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഈ ലോബുകളിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? ദേ ആർ കോൾഡ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ്. ഇനി ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡും തൈറോയിഡ് ഗ്ലാൻഡും കൂടെ ചേർന്ന് എങ്ങനെയാണ് നമ്മുടെ കാൽസ്യത്തിൻ്റെ ലെവൽ ക്രമീകരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഈ ചിത്രം നോക്കൂ. നോർമൽ ലെവൽ ഓഫ് കാൽസ്യം, ദ നോർമൽ ലെവൽ ഓഫ് കാൽസ്യം ഈസ് 9 to 11 milligram per 100 ml of blood. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 9 മുതൽ 11 മില്ലിഗ്രാം വരെയാണ്. അതിൽ ആ ലെവലിൽ നിന്നും കാൽസ്യത്തിൻ്റെ അളവ് കൂടിയാൽ, ഈ ആരോ കാണിച്ചിരിക്കുന്നത് ഇൻക്രീസ് ഇൻ കാൽസ്യം ഇൻ ദ ബ്ലഡ് ആണ്. ഓക്കെ, കാൽസ്യത്തിൻ്റെ അളവ് കൂടിയാൽ, ഓക്കെ, so when the calcium level in the blood increases, what happens? The thyroid gland releases calcitonin. Okay, and what happens? The calcitonin causes the excess calcium to be deposited into the bones. So calcitonin helps the deposition of excess calcium onto the bones. അങ്ങനെ അധികമുള്ള കാൽസ്യത്തെ ബോണിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി കാൽസിറ്റോണിൻ സഹായിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ കൂടെ എന്തും കൂടെ ചെയ്യുമെന്നറിയാമോ? ഇറ്റ് പ്രിവെൻസ് ദ റിലീസ് ഓഫ് കാൽസ്യം ടു ബ്ലഡ് ടു. പ്രിവെൻസ് ദ റിലീസ് ഓഫ് കാൽസ്യം ടു ബ്ലഡ്. ഓക്കെ, ഈ ഇവിടുന്ന് ബോണിൽ നിന്നും അസ്ഥികളിൽ നിന്നും രക്തത്തിലേക്ക് കാൽസ്യം റിലീസ് ചെയ്യുന്നത് അതിനെ തടയുകയും ചെയ്യും. അതുകൂടാതെ അസ്ഥികളിലേക്ക് കാൽസ്യത്തിൻ്റെ ഡിപ്പോസിഷൻ കൂട്ടുകയും ചെയ്യും. അതാണ് കാൽസിറ്റോണിൻ ചെയ്യുന്നത്. അവിടെ നോക്കിക്കോളൂ, തൈറോയ്ഡ് ഗ്രന്ഥി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 9 മുതൽ 11 വരെ. അത് കൂടിയാൽ, രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടിയാൽ എന്ത് ചെയ്യും? തൈറോയ്ഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോഴോ ഈ കാൽസിറ്റോണിൻ കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്നു. മനസ്സിലായോ?
തന്നെയുമല്ല, അസ്ഥിയിൽ നിന്നും രക്തത്തിലേക്കുള്ള കാൽസ്യത്തിൻ്റെ കലരൽ അത് തടയുകയും ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് എ വേ ഹൗ the calcitonin secreted by thyroid gland helps to regulate the excess calcium in our body. Okay, ഇപ്പോൾ കാൽസ്യം അളവ് കൂടുമ്പോഴാണ് കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്. ഇവിടെ നോക്കിയോളൂ. The normal level of calcium is given here 9 to 11 milligram per 100 ml of blood. So when the calcium level in the blood drops, അതാണ് ഈ arrow, downward arrow shows that there is a drop in calcium level in the blood. So what happens? The parathyroid hormones, the parathyroid gland secretes the parathormone. Okay? Now what happens? The parathormone acts on the kidneys, or it helps for the reabsorption of calcium from kidneys to the blood. So parathormone stimulates the reabsorption of calcium from kidneys to the blood. ഇതിലൂടെ നമ്മുടെ കിഡ്നിയിലൂടെ മൂത്രത്തിലൂടെയൊക്കെ അരിച്ചു പോകേണ്ടുന്ന കാൽസ്യത്തിനെ തിരിച്ച് റീഅബ്സോർബ് ചെയ്ത് ബ്ലഡിലേക്ക് കൊണ്ടുപോകാൻ എന്ത് സഹായിക്കുന്നു? പാരാതോർമോൺ സഹായിക്കുന്നു. അങ്ങനെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടുന്നു. ഇറ്റ് ഇൻക്രീസസ് ദ ലെവൽ ഓഫ് കാൽസ്യം ഇൻ ദ ബ്ലഡ്. തന്നെയുമല്ല, ഇറ്റ് ആൾസോ ഹെൽപ്സ്, ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ഡിപ്പോസിഷൻ ഓഫ് കാൽസ്യം ടു ബോൺസ്. സോ യു നോ ദാറ്റ് ദ calcitonin helps to deposit calcium onto the bonds, and parathormone prevents the deposition of calcium on bonds. So what happens? The calcium will be retained in the blood so that the calcium level in the blood can be maintained. Okay, so you know that parathyroid gland helps to regulate the calcium level in the blood when calcium in the blood drops. കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് പാരാതോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും പാരാതോർമോൺ അതിൽ പ്രവർത്തിച്ച് കിഡ്നിയിൽ നിന്നും കാൽസ്യത്തിൻ്റെ റീഅബ്സോർപ്ഷൻ രക്തത്തിലേക്ക് കൂട്ടുകയും ബോണിലേക്ക് അല്ലെങ്കിൽ അസ്ഥികളിലേക്ക് കാൽസ്യം ഡിപ്പോസിറ്റ് ചെയ്യുന്നത് തടയുകയും ചെയ്തുകൊണ്ട് കാൽസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവാണ്. അതിൽ നിന്നും കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നു. കുറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പാരാതോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. പാരാതോർമോൺ വൃക്കയിൽ നിന്നും കാൽസ്യം പുനരാഗിരണം ചെയ്യിക്കുന്നു. ഓക്കെ, പിന്നീടോ അസ്ഥിയിലേക്കുള്ള കാൽസ്യത്തിൻ്റെ സംഭരണം തടയുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം കാൽസ്യം അസ്ഥിയിലേക്ക് പോകുന്നില്ല, അപ്പോൾ അത് ബ്ലഡിൽ തന്നെ റീറ്റെയിൻ ചെയ്യും, നിലനിൽക്കും. പിന്നീടോ കിഡ്നി അരിച്ച് കളയാൻ തുടങ്ങിയത് അവിടെ നിന്നും തിരിച്ച് ആഗിരണം ചെയ്യുന്നു രക്തത്തിലേക്ക്. മനസ്സിലായില്ലയോ? അപ്പോൾ നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ എങ്ങനെയൊക്കെയാണ് കാൽസ്യത്തിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. അപ്പം രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടിയാൽ കാൽസിറ്റോണിൻ പ്രവർത്തിക്കും. തൈറോയ്ഡ് ഗ്ലാൻഡ് കാൽസിറ്റോണിൻ അത് കൂടുമ്പോൾ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എക്സസ് ആയിട്ടുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ വേണ്ടി സഹായിക്കുകയും അസ്ഥിയിൽ നിന്നും രക്തത്തിലേക്ക് കാൽസ്യം റിലീസ് ചെയ്യുന്നത് തടയുകയും ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നു, കാൽസ്യം അസ്ഥികൾ സംഭരിക്കുന്നു, തിരിച്ച് അസ്ഥിയിൽ നിന്ന് രക്തത്തിലെ കാൽസ്യം കലരുന്നത് തടയുകയും ചെയ്യുന്നു. അങ്ങനെ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. മനസ്സിലായല്ലോ? കാൽസിറ്റോണിൻ വർക്ക് ചെയ്യുന്നത് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ്. ഇനി രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പാരാതോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും കിഡ്നിയിൽ നിന്നുള്ള രക്തത്തിലേക്കുള്ള കാൽസ്യത്തിൻ്റെ റീഅബ്സോർപ്ഷൻ കൂട്ടുകയും ബോണിലേക്കുള്ള ഡിപ്പോസിഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു. കാൽസ്യത്തിൽ രക്തത്തിൻ്റെ അളവ് കുറയുന്നു, അപ്പോഴാണ് പാരാതോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എങ്ങനെയാണത് നിയന്ത്രിക്കുന്നത്? കാൽസ്യത്തിൻ്റെ കുറയൽ അത് വൃക്കയിൽ നിന്നും കാൽസ്യം പുനരാഗിരണം ചെയ്യുന്നു രക്തത്തിലേക്ക്. അസ്ഥിയിലേക്ക് കാൽസ്യത്തിൻ്റെ സംഭരണം തടയുകയും ചെയ്യും. അങ്ങനെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് സാധാരണ നിലയിൽ നിലനിർത്തുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും കാൽസിറ്റോണിനും പാരാതോർമോണും എങ്ങനെയാണ് അവ വിപരീത ദിശയിലാണ് പ്രവർത്തിക്കുന്നത്. You must have understood now that the calcitonin and parathormone acts antagonistically, in regulating calcium level. അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ചാർട്ടുണ്ട്, ഫ്ലോ ചാർട്ടുണ്ട്.
തൈറോയ്ഡ് ഗ്ലാൻഡ് ഇത് നോർമൽ ലെവലാണ് കാൽസ്യത്തിൻ്റെ, അത് കൂടിയാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ്സ് കാൽസിറ്റോണിൻ. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? പ്രിവെൻറ്റ്സ് ദ പ്രോസസ് ഓഫ് മിക്സിംഗ് അപ്പ് ഓഫ് കാൽസ്യം ഫ്രം ബോൺസ് ടു ബ്ലഡ് ആൻഡ് സ്റ്റോർസ് എക്സസ് കാൽസ്യം ഫ്രം ബ്ലഡ് ടു ബോൺസ്. കൂടുമ്പോഴാണ്. ഇനി കുറയുമ്പോൾ ഓക്കെ എന്ത് ചെയ്യുന്നു? ഇവൻ ഡിക്രീസസ് പാരാത്തോർമോൺ എന്ത് ചെയ്യുന്നു? റീഅബ്സോർപ്ഷൻ കാൽസ്യം ഫ്രം കിഡ്നി ടു ബ്ലഡ്, പ്രിവെൻറ്റ്സ് ദ സ്റ്റോറേജ് ഓഫ് കാൽസ്യം ഇൻ ബോൺസ്. അപ്പം കാൽസ്യത്തിൻ്റെ അളവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂടിയാൽ തൈറോയ്ഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ അത് അസ്ഥികളിൽ നിന്നും കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയും. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികൾ സംഭരിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ കണ്ട പടം വെച്ച് ഞാൻ കാണിച്ചതിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ. ഇനി അളവ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? പാരാതൈറോയ്ഡ് ഗ്രന്ഥി പാരാതോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. അത് വൃക്കകളിൽ നിന്നും കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്നു. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നു, തടയുന്നു. അങ്ങനെ അളവ് ക്രമീകരിക്കപ്പെടും. ഈ രണ്ട് അവസ്ഥയിലും അളവ് ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. കൂടുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി പ്രവർത്തിക്കുന്നു, കുറയുമ്പോൾ പാരാതൈറോയ്ഡ് ഗ്രന്ഥി പ്രവർത്തിക്കുന്നു. കൂടുമ്പോൾ കാൽസിറ്റോണിൻ പ്രവർത്തിക്കുന്നു, കുറയുമ്പോൾ പാരാതോർമോൺ പ്രവർത്തിക്കുന്നു. ഓക്കെ, എങ്ങനെയായിരുന്നാലും അതിൻ്റെ കാൽസ്യത്തിൻ്റെ അളവ് നോർമലാക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ പഠിക്കുന്നത്. ഇനി അടുത്ത ഒരു ഗ്രന്ഥിയുണ്ട്, നമുക്ക് ഒരു ചെറിയ ടോപ്പിക്കാണ് തൈമസ് ഗ്രന്ഥി. അതെവിടെയാണ് കാണുന്നതെന്ന് അറിയാമോ? ഇത് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. സ്റ്റേണം ഒക്കെ നെഞ്ചെല്ലാണ്, മാറലാണ് ഇവിടെ. അതിൻ്റെ അടിയിലായിട്ടാണ് ബിലോ ദ സ്റ്റേണം, മാറലിന് പിന്നിലായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് തൈമസ് ഗ്ലാൻഡ് അല്ലെങ്കിൽ തൈമസ് ഗ്രന്ഥി. ഓക്കെ, അത് it is active during infancy and degenerates by puberty. ശൈശവാവസ്ഥയിൽ സജീവമായിരിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുകയും ചെയ്യും. മനസ്സിലായില്ലയോ? അപ്പം പ്രായപൂർത്തി ആകുന്നതനുസരിച്ച് ആയി കഴിയുമ്പോഴത്തേനും ഇത് ചുരുങ്ങി തുടങ്ങും. നമ്മളിങ്ങനെ പ്രായമാവുന്നതനുസരിച്ച് അത് ചുരുങ്ങിയിരിക്കും. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോകത്തില്ല. ദെൻ ഇറ്റ് സെക്രീറ്റ്സ് എ ഹോർമോൺ കാൾഡ് തൈമോസിൻ. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് തൈമോസിൻ. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, യൂത്ത് ഹോർമോൺ അല്ലെങ്കിൽ ജുവനൈൽ ഹോർമോൺ, യുവത്വ ഹോർമോൺ എന്ന് പറയും. മനസ്സിലായില്ല? കുട്ടികളെ ഒക്കെ ആ യുവത്വം, കുട്ടികളിലൊക്കെയുള്ള ആ യുവത്വം, കുട്ടിത്തം ഒക്കെ അത് നിലനിർത്തുന്ന ഹോർമോണാണ് തൈമോസിൻ. ഇപ്പം വളരുന്നതനുസരിച്ച് പ്രായപൂർത്തിയൊക്കെ ആവുന്ന അനുസരിച്ച് എന്ത് ചെയ്യും? കുട്ടിത്തം നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ഈ തൈമോസിൻ അല്ലെങ്കിൽ ഈ തൈമസ് ഗ്ലാൻഡ് ചുരുങ്ങുന്നത് കൊണ്ടും തൈമോസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് കൊണ്ടുമാണ്. ഓക്കെ, so the childishness is lost by the kids after puberty is because of the degeneration, or what we say, it is the degeneration of the thyroid gland. I'm sorry, the thymosin, the what is called the thymus gland in the degeneration of the thymus gland and the decreased production of the thymosin. Okay, I'm sorry. So ആ ശൈശവാവസ്ഥയിൽ സജീവമായിരിക്കുന്ന ആ ഗ്ലാൻഡ് ചുരുങ്ങുന്നതനുസരിച്ച് അതിൻ്റെ ഹോർമോൺ ഉൽപ്പാദനമൊക്കെ കുറയുന്നതനുസരിച്ചാണ് ആ കുട്ടിത്വം നമുക്ക് നഷ്ടപ്പെടുന്നത്. Another function is there. It controls the activities and maturation of T lymphocytes which helps in immunity. ഈ ലിംഫോസൈറ്റ്സിനെ കുറിച്ച് നിങ്ങൾ വരുന്ന പാഠത്തിൽ പഠിക്കും. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ചില സംരക്ഷകരായിട്ടുള്ള വോറിയേഴ്സ് ആയിട്ടുള്ള പടയാളികളായിട്ടുള്ള ചില കോശങ്ങളാണ് ഈ ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രതിരോധ കോശങ്ങളാണ് അവ. ടി ലിംഫോസൈറ്റ്സും ബി ലിംഫോസൈറ്റ്സും ഉണ്ട്. അതിൽ ടി ലിംഫോസൈറ്റ്സ് അവ മെച്യൂർ ചെയ്യുന്നത്, അത് പാകപ്പെടുന്നതും അത് ആക്റ്റീവ് ആകുന്നതൊക്കെ തൈമസ് ഗ്ലാൻഡിൽ വെച്ചാണ്. സോ ഇറ്റ് കൺട്രോൾസ് ദ ആക്ടിവിറ്റീസ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് ടി ലിംഫോസൈറ്റ്സ് വിച്ച് ഹെൽപ്സ് ഇൻ ഇമ്മ്യൂണിറ്റി. രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട് ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലും പ്രവർത്തനവും ഒക്കെ നിയന്ത്രിക്കുന്നത് എന്താണ്? ഈ തൈമസ് ഗ്ലാൻഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച അടുത്ത ഗ്ലാൻഡാണ് തൈമസ്. അതിനെ യുവത്വ ഗ്ലാൻഡ് അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിനെ യുവത്വ ഹോർമോൺ എന്ന് പറയുന്നു. യൂത്ത് ഹോർമോൺ അല്ലെങ്കിൽ ജുവനൈൽ ഹോർമോൺ എന്ന് പറയുന്നു. അതിനെന്താണ് കാരണം എന്ന് പറഞ്ഞു. ഓക്കെ, അത് ഇൻഫൻസിയിൽ ആക്റ്റീവാണ്,
പ്യൂബർട്ടി ആവുന്നതനുസരിച്ച് ഡീജനറേറ്റ് ചെയ്തു. അങ്ങനെ ഉള്ള ഗ്ലാൻഡിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ തൈമസ് ഗ്ലാൻഡ് എന്ന് പറയണം. ഓക്കെ, ഏതാണ് യുവത്വ ഹോർമോൺ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി പിന്നെ നമ്മുടെ രോഗപ്രതിരോധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണെന്ന് ചോദിച്ചാലും അത് പറഞ്ഞിരിക്കണം. ഓക്കെ, തൈമസ് ഗ്ലാൻഡ് റിലേറ്റഡ് വിത്ത് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഒരു ഇമ്മ്യൂൺ ഓർഗനാണത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ പഠിച്ചു തൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിനും പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന പാരാതോർമോണും ആണ് നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്. പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പൊസിഷൻ പഠിച്ചു. ഇനി തൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിൻ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടിയാൽ അത് നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞു. അതെങ്ങനെയൊക്കെയാണ് നിയന്ത്രിക്കുന്നത്? കാൽസ്യം അസ്ഥികളിലേക്ക് സംഭരിക്കുന്നു, കൂടുതൽ ഉള്ള കാൽസ്യത്തെ. പിന്നീട് അസ്ഥിയിൽ നിന്നും കൂടുതൽ കാൽസ്യം രക്തത്തിലേക്ക് കലരാതെ നിയന്ത്രിക്കുന്നു. അങ്ങനെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. പിന്നീട് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പാരാതോർമോൺ ഉൽപ്പാദിപ്പിക്കും. അത് വൃക്കയിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാകരണം ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ അസ്ഥിക്കുള്ളിലേക്കുള്ള കാൽസ്യത്തിൻ്റെ സംഭരണം തടയുകയും ചെയ്യുന്നു. അങ്ങനെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് സാധാരണ നിലയിലാക്കുന്നു. പിന്നീട് പുസ്തകത്തിലുള്ള സ്കീമാറ്റിക് ഡയഗ്രാം. ഓക്കെ, അത് കഴിഞ്ഞ് തൈമസ് ഗ്രന്ഥി, അതിൻ്റെ സ്ഥാനം മാറലിന് പിന്നിലായി കാണപ്പെടുന്നു, ബിലോ ദ സ്റ്റേർണം. ഇറ്റ് ഈസ് കോൾഡ് യൂത്ത് ഹോർമോൺ. ഓക്കെ, ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ തൈമോസിൻ, ഇറ്റ് കീപ്സ് ദ ചൈൽഡിഷ്നെസ്. മനസ്സിലായില്ലയോ? കുട്ടിത്തം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. അത് പ്രായപൂർത്തിയാവുന്നതനുസരിച്ച് ഈ തൈമസ് ഗ്ലാൻഡ് ചുരുങ്ങും. ദ തൈമസ് ഗ്ലാൻഡ് ഗെറ്റ്സ് ഡീജനറേറ്റ്സ് as people get they attain puberty, and as a result what happens, the childishness get reduced. Okay, അത് യുവത്വം കുട്ടിത്തം നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത് രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ടതാണ്. ഇറ്റ് ഹാവ്സ് ടു കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് ദ T lymphocytes. ഓക്കെ, വൺ ഓഫ് ദ lymphocytes which helps in immunity. അപ്പം ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലും പ്രവർത്തനവും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ, പുസ്തകം വായിക്കുക. ഓരോ ഗ്ലാൻഡും അതിൻ്റെ ലൊക്കേഷൻ, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ, അവയുടെ ധർമ്മം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, you all have a great day. Thank you.